ആലുവ റെയിൽവേ ഗുഡ് ഷെഡ് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തി. IRTS റെയിൽവേ ഏരിയ മാനേജർ PL അശോക് കുമാർ അവാർഡ് ദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആലുവ റെയിൽവേ ഗുഡ് ഷെഡിലെ ചുമട്ട് തൊഴിലാളികളുടെ മക്കളിൽ SSLC പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും പുരസ്കാരവും നൽകി അനുമോദിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ C ബാലകൃഷ്ണൻ ഗുഡ് ഷെഡിലെ മുതിർന്ന തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡ് നൽകിക്കൊണ്ട് ആലുവ റെയിൽവേ ഗുഡ് ഷെഡ് ചുമട്ട് തൊഴിലാളികളുടെ തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം നടത്തി. യൂണിയൻ പ്രസിഡന്റ് VT ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി VA മഹബൂബ്, സെക്രട്ടറി T ഗിരീശൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ AP ഉദയകുമാർ, UM വേലായുധൻ, ഫിറോസ് ഖാൻ, ഇസ്മായിൽ കുട്ടി, NK ശശിധരൻ, RD ജോൺസൺ, TV സാജൻ, C മോഹനൻ, വിവിധ സിമന്റ് കമ്പനി പ്രതിനിധികളായ ബിജു, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയിൽ നല്ല മാർക്ക് മേടിച്ചു, A+ മേടിച്ചു, അല്ലെങ്കിൽ A ഗ്രേഡ് മേടിച്ചു, പാസ്സായി. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, SSLC പരീക്ഷയിൽ A+ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസ നിലവാരവും വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡും വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. കാര്യം ഭാവിയിൽ ഇനിയും ഒരുപാട് പടവുകൾ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. +2 കഴിയണം, പ്രൊഫഷണൽ കോഴ്സ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, റിസർച്ച്, അങ്ങനെ ഒരുപാട് മേഖലകൾ, ഒരുപാട് പടവുകൾ ചവിട്ടിയാൽ മാത്രമേ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ല നിലവാരത്തിലെത്തി നല്ല ഒരു സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ വിദ്യാഭ്യാസം കഴിയുമ്പോൾ നമ്മൾ സ്റ്റുഡന്റ് എന്നുള്ള ആ ലെവൽ മാറിയിട്ട് നമ്മളൊരു വ്യക്തിയായിട്ട് ഒരു കംപ്ലീറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. ആലുവ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൽ പള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും കുടുംബ സംഗമവും നടന്നു. ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ 3-4 വാർഡുകൾ ചേരുന്ന SN പുരം പള്ളിക്കുന്ന് പ്രദേശത്തെ 92 കുടുംബങ്ങൾ ഒത്തുചേർന്നാണ് പുതിയ കൂട്ടായ്മയായ പള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. പള്ളിക്കുന്ന് പ്രദേശത്ത് നടന്ന കുടുംബ സംഗമവും റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും ആലുവ DYSP VK സനൽകുമാർ നിർവഹിച്ചു. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരവുമായ ഉന്നമനത്തിനും റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രവർത്തനം വളരെ ഉപകരിക്കുമെന്ന് DYSP പറഞ്ഞു. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഒരു മകൻ, മകൾ, ഇത്രയും പേരുള്ള ഒരു കുടുംബമായിട്ടാണ് ഇപ്പോൾ എല്ലാ വീട്ടുകാരും ചുരുങ്ങിയിരിക്കുന്നത്. പണ്ട് എല്ലാം കൂട്ടുകുടുംബമായിരുന്നു, അതിൽ നിന്നെല്ലാം മാറി അണുകുടുംബമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള റെസിഡന്റ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നാട്ടിലുള്ള നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായും അതുപോലെ സാംസ്കാരികപരവുമായ ഉന്നമനത്തിന് ഇതുപോലെ അസോസിയേഷന്റെ പ്രവർത്തനം വളരെ ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രദേശത്ത് കുറ്റകൃത്യങ്ങൾ കുറയുമെന്നും കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് ഇത്തരത്തിലുള്ള കുടുംബ കൂട്ടായ്മകൾ ഏറെ സഹായമാകുമെന്നും DYSP പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് MD സേവ്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷെവലിയർ പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അച്ചാമ ജോൺ, രമണൻ ചെലാക്കുന്ന, പ്രൊഫസർ സതീശൻ, സെക്രട്ടറി നിക്സൺ ഡൊമിനിക്, ട്രഷറർ ബിജി ആന്റണി, ജോയിന്റ് സെക്രട്ടറി റീന ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കലാപരിപാടികളും നടന്നു. ആലുവ അശോകപുരം വിദ്യാവിനോദിനി ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. നാടിനെ സാംസ്കാരികമായും ബൗദ്ധികവുമായും ഉന്നതിയിലേക്ക് നയിച്ച PK വേലായുധൻ മെമ്മോറിയൽ വിദ്യാവിനോദിനി വായനശാലയുടെ 1 വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് സമാപനമായത്. 75 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാവിനോദിനി ബാലസമാജമായി രൂപം കൊണ്ട വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ 1 വർഷത്തിനുള്ളിൽ നടത്തിയിരുന്നു. വായനശാലയോട് ചേർന്നൊരുക്കിയ വേദിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പങ്കുചേരുന്നതിനായി പ്രദേശവാസികൾ ഒന്നടങ്കം എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യത്തിൽ P രാജീവ് MP യാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന അൻവർ സാദത്ത് MLA പ്ലാറ്റിനം ജൂബിലി സ്മാരക ഹാളിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അബ്ദുൾ മുത്തലിബ് അനുമോദിച്ചു. സ്റ്റേറ്റ് ലൈബ്രറീസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ, മുൻ MLA AM യൂസഫ്, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R രഹൻരാജ്, കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസ സെബാസ്റ്റ്യൻ, വായനശാല സെക്രട്ടറി SAM കമാൽ, കൺവീനർ II ഇക്ബാൽ, രവി തോമസ്, KK അജിത് കുമാർ, PV ബാസു തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ലൈബ്രറി ഇന്നും അത് നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രസിഡന്റിനെയും മറ്റുള്ള ഭാരവാഹികളെയും അംഗങ്ങളെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. മേഘന MP സൂചിപ്പിച്ചതുപോലെ പല ലൈബ്രറികളിൽ നാമമാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്.
പഴയ കാലഘട്ടങ്ങളിലൊക്കെ ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുക എന്ന് വെച്ചാൽ വലിയൊരു അഭിമാനമാണ്. ഒരു മെമ്പർഷിപ്പ് കിട്ടുക എന്ന് വെച്ചാൽ അത് വലിയ കെട്ടുനിരക്കുമായിരുന്നു. കാര്യം നമുക്കറിയാം, ലൈബ്രറികളിലൊക്കെ ആ നാട്ടിലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്കുള്ള ഒരു വേദിയായിരുന്നു. അഖില കേരള വിൽക്കുറുപ്പ് മഹാസഭ എറണാകുളം ജില്ലാ വാർഷികം ആലുവയിൽ നടന്നു. വാർഷിക പൊതുസമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മഹത്തായ വിശിഷ്ട കലകളിലും ക്ഷേത്രാചാര ചടങ്ങുകളിലും സ്ഥാനവും പ്രാവീണ്യമുണ്ടായിരുന്ന സഭയ്ക്ക് അനുഭാവപൂർവമായ പരിഗണനയാണ് UDF ഗവൺമെന്റ് നൽകിയിരിക്കുന്നതെന്ന് MLA പറഞ്ഞു. സഭയെ OEC ആനുകൂല്യ പട്ടികയിൽ പെടുത്തുകയും ചെയ്തു. തുടർന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് MLA കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പു നൽകി. OECക്ക് കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ നിങ്ങൾക്കും അല്ലെ ആ പട്ടികയിൽപ്പെടുത്തി അല്ലെ OEC കിട്ടുന്ന ആനുകൂല്യ പട്ടികയിൽപ്പെടുത്തി ഇന്ന് അതിന്റെ ഓർഡറുമായിട്ടാണ് അതിന്റെ ഭാരവാഹികൾ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഗവൺമെന്റ് നിങ്ങളോട് കാണിക്കുന്ന ഒരു അനുഭാവപൂർണമായ ഒരു പരിഗണനയാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് അനുവദിച്ചപ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം, ശരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം തന്നെയാണ്. പക്ഷെ ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാവണം. നിങ്ങളുടെ ആ പ്രയത്നത്തിനൊപ്പം നിങ്ങളുടെ ജനപ്രതി എന്ന നിലയിൽ അൻവർ സാദത്ത് എന്ന MLAയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാടിന്റെ വികസനം എന്നാൽ മെട്രോ റെയിലും അനുബന്ധ വികസനങ്ങളും മാത്രമല്ല, പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വികസനമെന്നും അൻവർ സാദത്ത് MLA കൂട്ടിച്ചേർത്തു. അഖില കേരള വിൽക്കുറുപ്പ് മഹാസഭ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ 6ാമത് വാർഷികമാണ് ആലുവയിൽ നടന്നത്. ആലുവ SBOA ഹാളിൽ നടന്ന സമ്മേളനത്തിൽ AKVKMS സംസ്ഥാന പ്രസിഡന്റ് KK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CK രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആലുവ നഗരസഭാ ചെയർമാൻ MT ജേക്കബ്, കൗൺസിലർ KV സരള, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CG ശിവദാസ്, മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിമല വാസു, സംസ്ഥാന കമ്മിറ്റി അംഗം AK ശശീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് KP ശിവരാമൻ, VKC ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം AKVKMS സംസ്ഥാന ഉപദേശക സമിതി അംഗം N പൊന്നപ്പൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് മഞ്ഞുമൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ഞുമൽ കസ്തൂർബ സ്കൂളിൽ നടന്ന പഠനോപകരണ വിതരണം ഏലൂർ നഗരസഭാ ചെയർമാൻ ജോസഫ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഏലൂർ ടോക്കച്ച് ഹൈസ്കൂൾ മുൻ പ്രിൻസിപ്പൽ M രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. കേരള അഭിഭാഷക പരിഷത്ത് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് A വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി. കസ്തൂർബ സ്കൂൾ പ്രിൻസിപ്പൽ സുന്ദരി ലക്ഷ്മൺ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ കൗൺസിലർ S ഷാജി, ഹിന്ദു ഐക്യവേദി മഞ്ഞുമൽ യൂണിറ്റ് രക്ഷാധികാരി KD രവീന്ദ്രൻ, TS കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുവിശേഷത്തിൽ ഇനി പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. ഏലൂർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന പാതാളം, IAC റോഡ്, പുത്തലംകടവ്, പൈനാടത്ത് കോളനി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. നാട്ടുവിശേഷം ഒറ്റനോട്ടത്തിൽ. ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്നും മന്ത്രി അനൂപ് ജേക്കബ്. ആലുവ മെട്രോ നിർമ്മാണം നടക്കുന്നിടത്ത് വൈദ്യുതി ലൈൻ പൊട്ടിവീണ് തലനാരിഴയ്ക്ക് അപകടം ഒഴിവായി. തിങ്കളാഴ്ച നടക്കുന്ന പ്രവേശനോത്സവത്തോടെ സംസ്ഥാനത്ത് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. 3 ലക്ഷം വിദ്യാർത്ഥികൾ 1ാം തരത്തിലേക്ക് എത്തും. ഇതോടെ ഇന്നത്തെ നാട്ടുവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.